വിജയ് സേതുപതി, തൃഷ എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച് വൻ വിജയമായി തീർന്ന തമിഴ് സിനിമയായ 96ന്റെയും അതിന്റെ തന്നെ തെലുങ്കു വേർഷനായ ജാനു എന്ന സിനിമയുടെയും സംവിധായകനായ സി പ്രേംകുമാർ സംവിധാനം ചെയ്ത് കാർത്തി, അരവിന്ദ് സ്വാമി എന്നിവർ ലീഡ് റോളിലെത്തിയ സിനിമയാണ് മെയ്യഴകൻ. സിനിമയിലുടനീളം മറ്റനേകം കഥാപാത്രങ്ങൾ വന്നുപോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും സിനിമയുടെ കോർ എന്ന് പറയുന്നത് കാർത്തിയും അരവിന്ദ് സ്വാമിയും അവതരിപ്പിച്ചിട്ടുള്ള കഥാപാത്രങ്ങൾ തന്നെയാണ്. 96 എന്ന സിനിമയെ പോലെ തന്നെ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ കഥ തന്നെയാണ് ഈ സിനിമയും പറഞ്ഞു വെക്കുന്നത്. നല്ലൊരു സിനിമാറ്റോഗ്രാഫറായി തന്നെ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വന്ന സി പ്രേംകുമാറിന്റെ 96 എന്ന സിനിമ എടുത്തു നോക്കിയാൽ കാണാം അതിൽ സിനിമാറ്റോഗ്രാഫിയുടെ ഒരു സൗന്ദര്യം. അതുപോലെ തന്നെയാണ് ഈ സിനിമയിലും 96 പ്രണയത്തിന്റെയും വിരഹത്തിന്റെയും കഥയാണ് പറയുന്നതെങ്കിൽ മെയ്യഴകൻ ആത്മബന്ധത്തിന്റെയും മനുഷ്യത്വത്തിന്റെയും കഥയാണ് കോറിയിട്ടിട്ടുള്ളത്. ഹൃദയത്തിന്റെ ആഴങ്ങളിൽ തറക്കുന്ന എന്തോ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന മട്ടിൽ തന്നെ പുറത്തിറങ്ങിയ ട്രെയിലർ കണ്ട് ഇറങ്ങിയ അന്നേ ദിവസം തന്നെ കാഞ്ഞങ്ങാട് ദീപ്തി തിയേറ്ററിൽ പോയി കണ്ട സിനിമയാണ് മെയ്യഴകൻ. എന്നാൽ ഇതൊരു തിയേറ്റർ മസ്റ്റ് വാച്ച് സിനിമയാണെന്ന് ഞാൻ ഒരിക്കലും നിങ്ങളോട് അഭിപ്രായപ്പെടില്ല. അതിന് കാരണം സിനിമ തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നത് വരെ തമിഴാണ് സംസാരിക്കുന്നത്, തമിഴ് മാത്രമാണ് സംസാരിക്കുന്നത്, തമിഴിൽ തന്നെയാണ് സംസാരിക്കുന്നത്. സിനിമ തുടങ്ങിയത് മുതൽ അവസാനം പേരെഴുതി കാണിക്കുന്നത് വരെ സിനിമ തമിഴിൽ മാത്രമാണ് എഴുതി കാണിക്കുന്നത്. എവിടെയൊക്കെയോ എന്തൊക്കെയോ ഡീറ്റെയിലിംഗ് കാണിക്കുന്നുണ്ടെങ്കിൽ പോലും അത് തമിഴ് അറിയാത്ത മലയാളികളായ അല്ലെങ്കിൽ മറ്റിതര ഭാഷക്കാരായ ആർക്കും അത് കാണാനോ മനസ്സിലാക്കാനോ പറ്റാത്ത രീതിയിൽ തന്നെയാണ് സിനിമ തമിഴിൽ സംസാരിക്കുന്നത്. സിനിമയിൽ ചില സമയത്തെങ്കിലും അതിശക്തമായ കഥാപാത്രമാണെന്ന് കാണിക്കാൻ വേണ്ടി ജല്ലിക്കെട്ടിന്റെ കാര്യങ്ങൾ ഡീറ്റെയിലിംഗ് ആയിട്ട് കാണിക്കുന്നുണ്ടെങ്കിലും അതിനിടയിൽ പറഞ്ഞു പോകുന്ന ഒട്ടനവധി ചേര ചോള രാജാക്കന്മാരുടെയും മറ്റെവിടെയോ സംഭവിച്ചിട്ടുണ്ടായിരുന്ന തമിഴ്നാട്ടിലെ അപകടങ്ങളുടെയോ അല്ലെങ്കിൽ ആക്രമണങ്ങളുടെയോ കാര്യങ്ങളൊക്കെ കാർത്തി എന്ന നടൻ അദ്ദേഹത്തിന്റെ സുന്ദരമായ വാക്കുകളിലൂടെ തന്നെ സംസാരിക്കുന്നുണ്ട്. എന്നാൽ അതെവിടെയും നമ്മൾ കാണാൻ പാകത്തിൽ അവതരിപ്പിച്ചിട്ട് കണ്ടില്ല. തമിഴ് സിനിമയിൽ വിജയ് സേതുപതിയോടൊപ്പം തന്നെ നമ്മുടെ എല്ലാവരുടെയും സംസാരിച്ച് പിടിച്ചിരുത്താൻ പറ്റുന്ന ഒരു നടൻ തന്നെയാണ് കാർത്തി. വിജയ് സേതുപതിക്കും കാർത്തിക്കും അതിൻ്റെതായ ഫാൻ ബേസ് ഉണ്ട്. സംവിധായകൻ അവിടെയൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത് തമിഴ്നാടിന്റെ പൊളിറ്റിക്സോ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സോ ആയിരുന്നു. എന്നാൽ തമിഴ്നാട്ടിൽ സംഭവിച്ച അത്തരം പൊളിറ്റിക്സുകൾ മറ്റ് സംസ്ഥാനത്തുള്ള വ്യക്തികൾക്കോ മലയാളികൾക്കോ അത്രയധികം സംസാരത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നായിരുന്നില്ല. ഇവയൊക്കെ സിനിമയുടെ പ്രധാന നെഗറ്റീവാണെന്ന് പറയാമെങ്കിലും അല്ലെങ്കിൽ രണ്ടാം പകുതിയിൽ സിനിമയെ ലാഗടിപ്പിക്കുന്നതാണ് ഇത് എന്ന് പറയാമെങ്കിലും സിനിമയുടെ പ്രധാന നെഗറ്റീവ് എന്ന് പറയുന്നത് സിനിമയുടെ പേര് തന്നെയാണ്. വിജയുടെ പുറത്തിറങ്ങിയ ലിയോ എന്ന സിനിമ നമ്മൾ കണ്ടതാണ്. ആ സിനിമയുടെ പ്രധാന അന്വേഷണ കേന്ദ്രം എന്ന് പറയുന്നത് ലിയോ ആരാണ് എന്താണ് എന്നതായിരുന്നു. എന്നാൽ നമുക്ക് ആ സിനിമ കാണുമ്പോൾ തന്നെ അറിയാം ലിയോ എന്ന വ്യക്തി ആരായിരിക്കുമെന്ന്. അതുപോലെ തന്നെയാണ് ഈ സിനിമയിലും പറഞ്ഞു വെക്കുന്നത്. ആരാണ് എന്താണ് എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ പേര് തന്നെയാണ് സിനിമയുടെ ടൈറ്റിലായി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സിനിമ കാണുമ്പോൾ നമുക്ക് എവിടെയാണ് ജിജ്ഞാസ ഉണ്ടാവേണ്ടത് എന്നുള്ളത് പ്രധാന പ്രശ്നമായി മാറുന്നു. തിയേറ്ററിൽ പോയി ഈ സിനിമ കണ്ടില്ലെങ്കിൽ കൂടിയും OTTയുടെ പ്ലാറ്റ്ഫോമിൽ സിനിമ എത്തിക്കഴിഞ്ഞാൽ ഒരു തവണ ഒറ്റയിരുപ്പിന് കണ്ടിരിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് 96ലെ റാമിനെയും ജാനുവിനെയും പോലെ മെയ്യഴകനും അരവിന്ദ് സ്വാമിയുടെ കഥാപാത്രവും അത്രമേൽ ആഴ്ന്നിറങ്ങും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്കും ആ രണ്ട് കഥാപാത്രങ്ങളും മനുഷ്യത്വത്തിന്റെ അല്ലെങ്കിൽ അവരുടെ ആത്മബന്ധത്തിന്റെ വലയത്തിനുള്ളിലേക്ക് എന്നെയും കയറ്റിയതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ കാണുമ്പോൾ ഒറ്റയിരുപ്പിന് യാതൊരു ഡിസ്റ്റർബൻസും ഇല്ലാതെ കണ്ടിരിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.